ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസ് എം സെക്രട്ടേറിയറ്റ് തീരുമാനം. വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. UDF-ന് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് CPI-യുടെയും കേരള കോൺഗ്രസിൻ്റെയും പിന്നാലെ നടക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഒരു ദിവസം നീണ്ടുനിന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് കോട്ടയത്ത് ചേർന്നത്. ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കവും കാർഷിക മേഖലയിലെ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തതായി ജോസ് കെ മാണി പറഞ്ഞു. ഇതിന് പ്രധാനമായും നമ്മൾ 2-3 അജണ്ടകൾ ഏറ്റെടുത്തു. ഒന്ന്, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒന്ന്, നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ട്, അതുകൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. അതിനകത്ത് കാർഷിക പ്രശ്നങ്ങൾ വരും, വന്യമൃഗത്തിൻ്റെ വിഷയങ്ങൾ വരും, നെൽകർഷകരുടെ വിഷയങ്ങൾ വരും, തീരദേശത്തിൻ്റെ വിഷയങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ അതിനകത്തൊരു പരിഹാര മാർഗങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് അതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയുള്ളത് ചെയ്യണമെന്നുള്ളതാണ്. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടി സംഘടിപ്പിക്കും. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും ജോസ് കെ മാണി. ഭരണം നടക്കുന്നു, വീണ്ടും അടുത്ത ഭരണത്തിലേക്ക് നമ്മൾ എങ്ങനെ ഇടതുപക്ഷത്തിനെ ഭരണത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയും എന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് ശക്തിപ്പെടുത്തണം, അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തണം. അതിനുള്ള ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡോക്ടർ N ജയരാജ്, MLA-മാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.